വർഷം തോറും ഇവിടെ നടന്നു വരുന്ന കാർഷിക മേള ഗാന്ധിജി സ്റ്റഡി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വളരെ വിജയകരമായി നടത്തിവരുന്ന ഇത്തരം ഒരു കാർഷിക മേളയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഗാന്ധിജി സ്റ്റഡി സെൻറ്ററിനെയും അതിൻ്റെ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു. റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ജനിതക ഗവേഷണങ്ങൾക്ക് മേധാവിത്വം നൽകുന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ ഞാൻ പുതിയ റബ്ബർ ഇനങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ CD-യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്താൽ ഈ സൈഡിലുള്ളവർക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കാം എങ്ങനെയാണ് ഈ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ പുതിയ ഇനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്, ഏതൊക്കെയാണ് നല്ല ഇനങ്ങൾ, കർഷകർക്ക് നടാൻ പറ്റിയ ഇനങ്ങൾ, പ്രത്യേകിച്ചും ഈ മധ്യ തിരുവിതാംകൂർ ഏരിയയിൽ നടാൻ പറ്റിയ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. ആദ്യകാലങ്ങളിൽ വിത്തനങ്ങളായിരുന്നല്ലോ, അതായത് 100 വർഷത്തോളമായി റബ്ബർ കൃഷി, 100 വർഷത്തിലേറെയായി റബ്ബർ കൃഷി കേരളത്തിൽ തുടങ്ങിയിട്ട്. അന്നൊക്കെ വെറും സാധാരണ വിത്തിനങ്ങളായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ ആ വിത്തിനങ്ങൾക്ക് ഹെക്ടർ പ്രതി 250 കിലോ ഉണക്ക റബ്ബർ മാത്രമേ ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഉൽപ്പാദനം അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നല്ല മരങ്ങളിൽ നിന്ന്, നല്ല ഉൽപ്പാദനമുള്ള മരങ്ങളിൽ നിന്നും വിത്തുകൾ ശേഖരിച്ച് അവയിൽ നിന്നും മരങ്ങൾ നട്ടു വളർത്തിയപ്പോൾ 500 കിലോ ഒക്കെ റബ്ബർ കിട്ടാൻ തുടങ്ങി. അതിനുശേഷം നല്ല ഉൽപ്പാദനക്ഷമതയുള്ള മരങ്ങളിൽ നിന്ന് ബഡ്വുഡ് എടുത്ത് അതിനെ ബഡ് ചെയ്ത് ക്ലോണാക്കി നട്ടു വളർത്തിയപ്പോൾ 1000 കിലോ വരെയൊക്കെ ഉണക്ക റബ്ബർ ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം ജനിതക ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തി വന്ന പഠനങ്ങളെ ആസ്പദമാക്കിയാണ് ഇതെല്ലാം നടന്നു വന്നിരുന്നത്. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം പുതിയ സങ്കര ഇനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. റബ്ബർ ബോർഡിൽ നിന്നും 4 പരമ്പരയിൽപ്പെട്ട സങ്കര ഇനങ്ങൾ ഇന്നേ വരെ റിലീസ് ചെയ്തിട്ടുണ്ട്. RRI-100 സീരീസ്, 200 സീരീസ്, 300 സീരീസ്, ഇപ്പോൾ നമ്മൾ 400 സീരീസിലെത്തിയിരിക്കുന്നു. RRI-100 സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് എല്ലാവർക്കും സുപരിചിതമായ RRI-105. അതുകൂടാതെ RRI-118 എന്നുള്ളൊരു ഇനമുണ്ട്. അപ്പോൾ RRI-105ൻ്റെ ഉൽപ്പാദനക്ഷമത വളരെ അധികമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന TJR1 എന്ന ഇനത്തെ വെച്ച് നോക്കുമ്പോൾ. ആദ്യകാലങ്ങളിൽ സങ്കര ഇനങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് നടുകയായിരുന്നു. അതായിരുന്നു TJR1, GL1, GT1 എന്നിങ്ങനെ കുറേ ഇനങ്ങൾ അന്ന് പോപ്പുലറായിരുന്നത്. അപ്പോൾ TJR1ഉം GL1ഉം തമ്മിൽ ക്രോസ് ചെയ്ത് കിട്ടിയതാണ് RRI-105 എന്ന സങ്കര ഇനം. RRI-105 നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 90% റബ്ബർ കർഷകരും പ്രത്യേകിച്ച് ചെറുകിട കർഷകർ ഇവരെല്ലാവരും നട്ടുവരുന്ന RRI-105 ആയിരുന്നു. പക്ഷേ അടുത്ത കാലങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ കൊണ്ട് പുതിയ രോഗങ്ങൾ വരാൻ തുടങ്ങി. അന്ന് വലിയ പ്രാധാന്യമില്ലായിരുന്ന കോർണിസ്പോറ ഇലപ്പുള്ളി രോഗത്തിന് ഭയങ്കര സീരിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് RRI-105 ആണെങ്കിലോ ഈ രോഗത്തിന് വളരെ സസെപ്റ്റബിളാണ്. ഒട്ടും പ്രതിരോധശേഷിയില്ല കോർണിസ്പോറ ഇലപ്പുള്ളി രോഗത്തിനെതിരായിട്ട് RRI-105. കൂടാതെ RRI-105 ചീക്ക് രോഗം വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ കൂമ്പ് ചീയൽ ധാരാളമായി വരുന്നുണ്ട്. പിന്നെ ശാഖകൾ, ഇലപ്പടർപ്പ് വളരെ ഹെവി ആയതുകൊണ്ട് കാറ്റത്ത് ശാഖകൾ ഒടിഞ്ഞു പോകുന്നതായിട്ട് പരാതി ലഭിക്കുന്നുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ ഈ ഇലകൊഴിച്ചിൽ താരതമ്യേന കുറവായിരുന്ന 105 പോലും അകാലിക ഇലകൊഴിച്ചിൽ വളരെ അധികമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യാൻ, കേരളത്തിലെ കർഷകരെല്ലാവരും തന്നെ RRI-105 തന്നെയായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഏക ക്ലോൺ കൃഷി സമ്പ്രദായം ഇത് ആപത്ത് ക്ഷണിച്ച് വരുത്തുകയുള്ളൂ എന്ന് റബ്ബർ ബോർഡ് മനസ്സിലാക്കിയിട്ട് 1995 കഴിഞ്ഞ് റബ്ബർ ബോർഡ് ബഹുക്ലോൺ കൃഷി സമ്പ്രദായം അവലംബിക്കണം എന്ന് കർഷകരുടെ ഇടയിലേക്ക് ഒരു ക്യാമ്പയിനൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ ഇതിനു വേണ്ടി പറ്റിയ ക്ലോണുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ ശുപാർശ ടേബിളിൽ കാറ്റഗറി 1, 2, 3 അങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടുള്ള ക്ലോണുകളുണ്ട്. അപ്പോൾ 1ാം വിഭാഗത്തിൽപ്പെട്ട 6 ക്ലോണുകളാണ് ഉള്ളത് ഇപ്പോൾ. RRI-105, പിന്നെ PB260, പിന്നെ RRI-414, 417, 422, 430 അങ്ങനെ 6 ക്ലോണുകൾ 1ാം വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 1ാം വിഭാഗത്തിൽ പെടുത്തിയ ക്ലോണുകളാണ് വ്യാപകമായി വൻതോതിൽ കൃഷി ചെയ്യാൻ റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്നത്. കാരണം ഇവയെക്കുറിച്ച് ഒരുപാട് ഡേറ്റ എല്ലാം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവ നമ്മുടെ ട്രഡീഷണൽ റീജിയന് വളരെ അനുയോജ്യമായ ക്ലോണുകളാണെന്ന് സംശയമില്ലാതെ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവയിലുള്ള ക്ലോണുകളിൽ
ഏതെങ്കിലും ഒരു ക്ലോൺ മാത്രമായിട്ട് നമ്മൾ മുഴുവനിടത്തും നടണമെന്ന് ഒരിക്കലും ശുപാർശ ചെയ്യുന്നില്ല. മൊത്തം നടന്നയിടത്ത് ഒരു 50% ഏരിയയിൽ മാത്രമേ ഒറ്റ ക്ലോണായിട്ട് നടാൻ പാടുള്ളൂ ഈ 1ാം വിഭാഗത്തിൽപ്പെട്ട ക്ലോണിൽ. ബാക്കി 50% സ്ഥലത്ത് വേറെ 1-2 ക്ലോണുകൾ കർഷകന് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ക്ലോണുകൾ നടണം എന്നാണ് ഈ ബഹുക്ലോൺ കൃഷി സമ്പ്രദായം വഴി റബ്ബർ ബോർഡ് കർഷകരെ അറിയിക്കുന്നത്. പിന്നെ 2ാം വിഭാഗത്തിലും ഇതുപോലെ 10 ക്ലോണുകളുണ്ട്, 3ാം വിഭാഗത്തിലും ഉണ്ട്. പക്ഷെ 1ാം വിഭാഗത്തിലെ ക്ലോണുകളാണ് ലോങ് ടേം സ്റ്റഡീസ് കൊണ്ട് എല്ലാ ഡേറ്റയും കിട്ടിക്കഴിഞ്ഞ് വളരെ നല്ലതാണെന്ന് തെളിയിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ RRI-100 പരമ്പരയിൽപ്പെട്ട ഇനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം RRI-200 പരമ്പരയിൽപ്പെട്ട സങ്കര ഇനങ്ങൾ റബ്ബർ ബോർഡ് പുറത്തു കൊണ്ടുവന്നു. അതിൽ ഏറ്റവും നല്ലത് RRI-203 RRI-208. ഈ RRI-203 ചിലയിടങ്ങളിൽ വളരെ നല്ല ഉൽപ്പാദനക്ഷമത കാഴ്ചവെക്കുന്നു, പക്ഷേ ചിലയിടങ്ങളിൽ വളരെ മോശമായിട്ടും പറയുന്നു. പക്ഷേ ഇതൊരു നല്ലൊരു ടിമ്പർ ലാറ്റക്സ് ക്ലോണാണ്, നല്ല വളർച്ചയും നല്ല ഉൽപ്പാദനവും ഉള്ള ക്ലോണാണ്. RRI-208 ആകട്ടെ നമ്മുടെ ട്രഡീഷണൽ ഏരിയയിൽ അത്ര നല്ലതല്ലെങ്കിലും നോൺ ട്രഡീഷണൽ ഏരിയയിൽ, അതായത് ഈ വരൾച്ച ബാധിക്കാവുന്ന സ്ഥലങ്ങളിൽ RRI-600 RRI-105 വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ക്ലോണാണ് RRI-208. അപ്പോൾ ഈ 2 ക്ലോണുകളാണ് RRI-200 പരമ്പരയിൽപ്പെട്ട ഏറ്റവും നല്ല ക്ലോണുകൾ. RRI-300 പരമ്പരയിൽ 300-308 ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ പോപ്പുലർ ആയില്ല. പിന്നീട് RRI-400 പരമ്പരയെക്കുറിച്ച് ഞാൻ പറയട്ടെ. RRI-105 RRIC-100 തമ്മിലുള്ള ക്രോസിൽ നിന്ന് ഉണ്ടായ ക്ലോണുകളാണ് RRI-400 പരമ്പരയിൽപ്പെട്ട 5 ഇനങ്ങൾ. ഇപ്പോൾ 5 ഇനങ്ങളാണ് റബ്ബർ ബോർഡ് പുറത്ത് കൊണ്ടുവന്നത്. അതിൽ 4 ഇനങ്ങളാണ് നമ്മുടെ പരമ്പരാഗത റബ്ബർ കൃഷി മേഖലയ്ക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതായത് RRI-414, 17, 22, 30. RRI-429 നല്ല ഉൽപ്പാദനക്ഷമതയുണ്ട്. RRI-105 വളരെ നല്ല ഉൽപ്പാദനക്ഷമതയുണ്ടെങ്കിലും ചീക്ക് രോഗത്തിന് അത് ചെറുത്ത് നിൽക്കാൻ ആ ക്ലോണിന് സാധിക്കുന്നില്ല. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് ബോഡോ പേസ്റ്റ് തേക്കുകയും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് വളരെ സംരക്ഷണമൊക്കെ വളരെ പ്രോപ്പർ ആണെങ്കിൽ RRI-429 ഈ 5 ഇനങ്ങളിലും ഏറ്റവും നല്ലത്. പക്ഷേ അത് നമുക്കിവിടെ ഒരു ഗ്യാരൻറ്റി ഇല്ല. അതേസമയം വടക്ക് കിഴക്കൻ മേഖലകളിലൊക്കെ പിങ്ക് രോഗം വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് RRI-429 ഏറ്റവും നല്ല ഉൽപ്പാദനം തരുന്നത്. ഇവിടെ ഈ ട്രഡീഷണൽ റീജിയനിൽ 414 430 ഏറ്റവും മെച്ചപ്പെട്ട ഇനങ്ങൾ. അവയിൽ ഒരു 6ാം വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും RRI-430 ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമതാണ് RRI-414. നേരത്തെ പ്രൊഫസർ വർക്കി മറ്റത്തിൽ പറഞ്ഞു, പണ്ട് റബ്ബർ ബോർഡ് 414 പറയുമായിരുന്നു, ഇപ്പോൾ 430 നല്ലതെന്ന് പറയുന്നു. അങ്ങനെയല്ല, രണ്ടും നല്ല ഇനങ്ങളാണ്. 414 430 വളരെ നല്ല ഇനങ്ങളാണ്. പക്ഷേ RRI-430 ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത് അത് എവിടെ നട്ടാലും, വെട്ടുകല്ലുള്ളിടത്ത് നട്ടാലും നല്ലോണം വളർന്ന് നല്ല ഈൽഡ് തരും. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലോണാണ് RRI-430. 414 ആകട്ടെ ഈ സെൻട്രൽ കേരളയിൽ, ഈ മധ്യ തിരുവിതാംകൂർ, പിന്നെ ഈ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലൊക്കെയാണ് നല്ല ഉൽപ്പാദനം തരുന്നത്. മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്ര നല്ലൊരു പെർഫോമൻസ് ഇല്ല 414. പക്ഷെ നമ്മൾ സെൻട്രൽ കേരളയ്ക്ക് 414 വളരെ നല്ലതാണ്. അപ്പോൾ 414 വ്യാപകമായി ഇപ്പോൾ എല്ലാവരും നട്ടിട്ടുണ്ട്. ഇവിടെ ചിലർ പറയുകയുണ്ടായി വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലർ DRC കുറച്ച് കുറവാണെന്ന് പറയും. DRC കുറവാണെങ്കിൽ എന്താ, കൂടുതൽ പാൽ ലഭിക്കുന്നുണ്ട്. അപ്പം ആ മൊത്തമുള്ള ഉൽപ്പാദനത്തെ അത് ബാധിക്കുന്നില്ല, വോളിയം കൂടുന്നതുകൊണ്ട്. പിന്നെ 430 അത് രോഗങ്ങൾ താരതമ്യേന കുറവാണ്. ചീക്ക് രോഗം കുറവാണ്. പിന്നെ വരൾച്ച ബാധിക്കുന്ന സ്ഥലത്ത് 430 ഏറ്റവും അനുയോജ്യം. ഇതുകൂടാതെ 417 422 414 തന്നെ നല്ല ഉൽപ്പാദനം തരുന്ന ക്ലോണുകളാണ്. അപ്പോൾ ഈ 4 ഇനങ്ങൾ ധൈര്യമായിട്ട് കർഷകർക്ക് നടാം. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഇതിൻ്റെ തടിയുടെ ക്വാളിറ്റിയിൽ കുറച്ച് സ്റ്റഡീസൊക്കെ നടത്തി. ഒരു 5 വർഷം മുമ്പ് ഞങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി RRI-105 വുഡിൻ്റെ ക്വാളിറ്റി വളരെ നല്ല സുപ്പീരിയർ ക്വാളിറ്റി വുഡാണ്. പക്ഷേ RRI-105 വലിയ വണ്ണം വയ്ക്കാത്ത മരമായതുകൊണ്ട് തടിയുടെ അളവ് കുറവാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയാണെന്ന്. ഇപ്പം RRI-400 സീരീസിൻ്റെ തടിയുടെ ഘടനയും മറ്റുമൊക്കെ പഠിച്ച് താരതമ്യ പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലാക്കുന്നത് RRI-430 RRI-417 തടിയുടെ ക്വാളിറ്റി വളരെ നല്ലതാണ്. സാറ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ തേക്കും തടിയുടെ വില വേണമെങ്കിലും കിട്ടുമായിരിക്കും അത് വെട്ടിമാറ്റുന്ന സമയത്ത്. അതുകൊണ്ട് റബ്ബർ തടിക്കും ഈ 400 സീരീസിലെ 417 430 നല്ല ക്വാളിറ്റി തടിയാണെന്ന് മാത്രമല്ല നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, നല്ല വുഡ് വോള്യൂമുണ്ട്. അപ്പം തടിക്കും റബ്ബർ പാലിനും വേണ്ടി നടാവുന്ന ക്ലോണുകളാണ് ഇവ രണ്ടും. 400 പരമ്പരയെക്കുറിച്ച്
ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി 400 പരമ്പരയ്ക്ക് ശേഷം പുതിയ ഇനങ്ങൾ ധാരാളം റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അതിനു മുമ്പ് ഞങ്ങൾ ക്ലോണുകൾ എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നൊന്ന് ബ്രീഫായിട്ട് പറയാം. ആദ്യം ഈ സങ്കര ഇനം വിത്തുകൾ തിരഞ്ഞെടുത്ത മാതൃവൃക്ഷവും പിതൃവൃക്ഷവും തമ്മിൽ ക്രോസ് ചെയ്ത് കിട്ടുന്ന സങ്കര ഇനം വിത്തുകൾ ഞങ്ങൾ ശേഖരിച്ച് ഇവ തവാരണയിൽ വിലയിരുത്തുന്നു, ഈ വിത്തിൽ നിന്നുള്ള തൈകൾ. അപ്പോൾ ഈ തൈകൾ 2ാം വർഷമാകുമ്പോൾ ഒരു ടെസ്റ്റ് ടാപ്പിംഗ് ചെയ്തിട്ട് ഉൽപ്പാദനക്ഷമത ഉണ്ടാവാവുന്നതിന് ഒരു പൊട്ടൻഷ്യൽ ഉള്ളതിന് തിരഞ്ഞെടുക്കുന്നു. അവയെ ഞങ്ങൾ അവയുടെ ബഡ്വുഡ് എടുത്തിട്ട് ബഡ് ചെയ്ത് ആ തിരഞ്ഞെടുത്ത തൈകളെ മാത്രം ക്ലോണാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു 100 സങ്കര ഇനം വിത്തുകളുണ്ടെങ്കിൽ അവയിൽ ഒരു 25 എണ്ണം തിരഞ്ഞെടുത്ത് 25 ക്ലോൺ ആക്കുന്നു. ഈ 25 ക്ലോൺ ആദ്യം ചെറുകിട പരീക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് നടന്നത്. അപ്പോൾ ചെറുകിട പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോണിൻ്റെ 12ഓ 15ഓ മരം വീതേ നടുള്ളൂ, ഇടകലർത്തി 105 നടാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ രീതി. ചെറുകിട പരീക്ഷണത്തിലെ മരങ്ങൾ ഒരു 7 വർഷം എടുക്കും ടാപ്പിംഗ് വണ്ണം എത്താൻ. ടാപ്പിംഗ് ആരംഭിച്ചതിന് ശേഷം ഒരു മിനിമം ഒരു 5 വർഷത്തെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് പല കാര്യങ്ങളും ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പട്ടയുടെ ഘടന, പിന്നെ DRC, അങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അങ്ങനെ 7ഉം 5ഉം 12 വർഷത്തിന് ശേഷം ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് വൻകിട പരീക്ഷണങ്ങൾക്കായി നടന്നു. വൻകിട പരീക്ഷണത്തിൽ തിരഞ്ഞെടുത്തവയായതുകൊണ്ട് കുറച്ചുകൂടെ വലിയ പ്ലോട്ട് സൈസ്, അതായത് ഒരു 50 മരം വീതമൊക്കെ നടാറുണ്ട് ഓരോ ക്ലോണിനും. ഇതോടൊപ്പം തന്നെ കർഷക പങ്കാളിത്തത്തോടുകൂടി കർഷകരുടെ തോട്ടത്തിൽ ഞങ്ങൾ ഓൺ ഫാം ഇവാലുവേഷനും നടത്തുന്നു. പക്ഷേ ഇത്തരം ഓൺ ഫാം ഇവാലുവേഷന് ഏറ്റവും കുറഞ്ഞത് ഒരു 2.5 ഹെക്ടർ ഭൂമി വേണം. കാരണം ഒരു 15 ക്ലോണെങ്കിലും 50 മരം വീതം നടണമെങ്കിൽ ഒരു 2.5 ഹെക്ടർ വേണം. അപ്പോൾ 2.5 ഹെക്ടർ ഭൂമി വേണമെങ്കിൽ ചെറുകിട കർഷകരെ ഞങ്ങൾക്ക് സമീപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എസ്റ്റേറ്റ്സിലാണ് ഇത്തരം പാർട്ടിസിപ്പേറ്ററി ക്ലോൺ ഇവാലുവേഷൻ ഞങ്ങൾ പറയുന്ന ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഈ ലാർജ് സ്കെയിൽ ഇവാലുവേഷൻ ഞങ്ങളുടെ സെൻട്രൽ സ്റ്റേഷനിലും ഓൺ ഫാം ഇവാലുവേഷൻ ഞങ്ങളുടെ കർഷകരുടെ തോട്ടങ്ങളിൽ അത് വിവിധ ലൊക്കേഷൻസിലായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ മിനിമം ഒരു 7 സ്ഥലത്തെങ്കിലും ഒരേ സമയം ഈ ക്ലോണുകൾ, പുതിയ ഇനങ്ങൾ നട്ടിരിക്കും. അപ്പം എന്നിട്ട് ഒരു 12 വർഷം കഴിഞ്ഞിട്ടേ ഇതിൽ നിന്നും റിസൾട്ട്സ് കിട്ടുള്ളൂ. അങ്ങനെ 12 ഒരു മിനിമം 24 വർഷത്തിന് ശേഷമേ ഒരു ക്ലോൺ ഉരുത്തിരിഞ്ഞു വരുള്ളൂ, ഏത് ക്ലോൺ നല്ലതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. 25 വർഷത്തെ ദീർഘകാല ഒബ്സർവേഷൻസിൻ്റെ ബേസിസിലാണ് ഞങ്ങൾ ഓരോ ക്ലോൺ റിലീസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും എന്നിട്ട് ഈ പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ തോട്ടത്തിലെ മരങ്ങൾ ഞങ്ങൾ വെട്ടിക്കളയുന്നില്ല. 5 വർഷം കഴിഞ്ഞും പിന്നീടുള്ള ഉൽപ്പാദനം എങ്ങനെയാണെന്നും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പിന്നീടുണ്ടാകുന്ന ഹൈബ്രിഡ്സ് വീണ്ടും നടന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വളരെ ഒരു വ്യാപകമായ ഒരു ബൃഹത്തായ ഒരു പ്രോജക്റ്റ് ആണ് ഞങ്ങളുടെ ഈ ക്ലോൺ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ടീം എഫേർട്ട് ഇല്ലാതെ നടക്കില്ല. ഞങ്ങൾ ആകെ ഒരു 8ഓ 10ഓ സയൻറ്റിസ്റ്റാണ് ഈ പ്ലാന്റ് ബ്രീഡിങ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ഫീൽഡ് സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും കോപ്പറേഷനോട് കൂടിയാണ് ഞങ്ങളുടെ ഈ ക്ലോൺ ഇവാലുവേഷൻ നടത്തുന്നത്. ഇങ്ങനെയാണ് ഒരു ക്ലോൺ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത്, 400 സീരീസിന് ശേഷം 200-ൽ പരം ക്ലോണുകൾ ഈ ചെറുകിട പരീക്ഷണത്തിൽ 105-നേക്കാൾ നല്ല ഉൽപ്പാദനക്ഷമതയായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല വർഷങ്ങളിൽ നടന്ന ഹൈബ്രിഡൈസേഷൻ പ്രോഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഈ ക്ലോണുകളെ ഞങ്ങൾ ഇത്തരം പാർട്ടിസിപ്പേറ്ററി ക്ലോൺ ഇവാലുവേഷന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2007-ൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 44 ക്ലോണുകൾ 10-30 ലൊക്കേഷനിലായിട്ട് നട്ട് കഴിഞ്ഞു. ഇപ്പോൾ 2014 അടുത്ത ബാച്ച് ഒരു 15 ക്ലോണുകൾ നടും. അങ്ങനെ ഈ 2 വർഷം കൂടുമ്പോൾ ഞങ്ങൾ ഓരോ ബാച്ച് ക്ലോണുകൾ ഇങ്ങനെ തോട്ടങ്ങളിൽ നടുന്നുണ്ട്. അത് കർഷക പങ്കാളിത്തത്തോടു കൂടി ഉള്ള റിസർച്ച് പ്രോഗ്രാമാണ്. അപ്പോൾ കർഷകർക്ക് അതുവഴി അവരുടെ തോട്ടത്തിൽ തന്നെ ക്ലോൺ കണ്ട് അതിൻ്റെ ഗുണമേന്മകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ പുതിയ ഇനങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നതും. അപ്പം റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഇനങ്ങളിൽ 6105, 6414, 417, 22, 30 ഇവയാണ് അതായത് വൻതോതിൽ നടാൻ ശുപാർശ ചെയ്യുന്ന ക്ലോണുകൾ. 6429 വടക്ക് കിഴക്കൻ മേഖലകളിലും വരൾച്ച ബാധിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ നല്ലതാണ്. 414-നെ കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട, അത് നല്ല ക്ലോൺ തന്നെയാണ്.